ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ടോപ്പ് 5-ൽ വന്ന 5 പേർക്ക് ഇതുവരെ ബിഗ് ബോസിൽ നിന്ന് മാത്രം കിട്ടിയ ആകെ എമൗണ്ടുകൾ അല്ലെങ്കിൽ പ്രതിഫലം എത്രയാണെന്ന് ഈ വീഡിയോയിൽ വ്യക്തമാക്കുകയാണ്. ഒന്നാം സ്ഥാനത്തുള്ളത് അനുമോൾ തന്നെയാണ്. അനുമോൾക്ക് ഏകദേശം 1 കോടിയോളം അടുപ്പിച്ചാണ് അവിടെ നിന്നും കിട്ടിയത്. അങ്ങനെ പറയാൻ കാര്യം 100 ദിവസം അവിടെ നിന്നതിൻ്റെ ഫലമായിട്ട് 65 ലക്ഷത്തോളം രൂപയും അതല്ലാതെ 45 ലക്ഷം പ്രൈസ് മണി ആയിട്ടും പിന്നെ കാറിൻ്റെ അവർക്ക് കിട്ടിയ ഗിഫ്റ്റായി കിട്ടിയ കാറിൻ്റെ മതിപ്പ് വില എല്ലാം അനുസരിച്ച് ഏകദേശം 1 കോടിക്ക് പുറത്ത് എമൗണ്ട് അനുമോക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നീടുള്ള നമ്മുടെ രണ്ടാമത് വന്ന അനീഷിന് കിട്ടിയത് ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ്. 100 ദിവസം ആ വീട്ടിൽ നിന്നതിൻ്റെ പണവും അതല്ലാതെ രണ്ടാമത് കോൺഫറൻസ് ഗ്രൂപ്പ് കൊടുത്ത 10 ലക്ഷവും പിന്നെ മൈജി നൽകിയ സമ്മാനങ്ങളും ഇതെല്ലാത്തിൻ്റെയും കൂടി മതിപ്പ് വില ചേർത്താണ് ഏകദേശം അനീഷിന് 40 ലക്ഷത്തോളം രൂപ നേടാൻ കഴിഞ്ഞത്. പിന്നെ വന്ന ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഏകദേശം 50 ലക്ഷത്തോളം രൂപയാണ്. അങ്ങനെ പറയാൻ കാര്യം ഷാനവാസ് തിരക്കുള്ള ഒരു സീരിയൽ നടനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന പേയ്മെൻറ്റ് അനുസരിച്ച് 100 ദിവസം നിന്നപ്പോൾ ഏകദേശം 50 ലക്ഷത്തോളം രൂപ കിട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത്. 4-ാം സ്ഥാനത്തെത്തിയ നെവിന് കിട്ടിയത് വെറും 28 ലക്ഷത്തോളം രൂപയാണ്. നെവിൻ ഓൾറെഡി വലിയ ഫെയിമുള്ള ആളല്ലായിരുന്നു. നെവിനെ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് ഒരുപാട് പേർക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നെവിന് അവിടെ പേയ്മെൻറ്റ് കുറവാണ്. അത്തരത്തിൽ 28 ലക്ഷത്തോളം രൂപയാണ് നെവിന് 100 ദിവസം നിന്നപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കിട്ടിയത്. 5-ാം സ്ഥാനത്തെത്തിയ അക്ബർ ഖാന് കിട്ടിയിരിക്കുന്നത് 45 ലക്ഷമാണ്. അക്ബർ ഖാൻ ഇതേപോലെ തന്നെ പല റിയാലിറ്റി ഷോകളിലെല്ലാം പങ്കെടുത്ത് അത്യാവശ്യം സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സിംഗറാണ്. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ളൊരു വില നമ്മുടെ അക്ബർ ഖാന് ഓരോ ദിവസവും ബിഗ് ബോസ് വീട്ടിൽ നിന്നപ്പോൾ കിട്ടിയിരുന്നു. അതനുസരിച്ച് ഏകദേശം 100 ദിവസം നിന്ന അക്ബറിന് 45 ലക്ഷത്തോളം രൂപ കിട്ടി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന കണക്ക്. എന്തായാലും വിജയിയായ അനുമോൾ തന്നെയാണ് പ്രതിഫല കണക്കിലും ഒന്നാമത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ബിഗ് ബോസിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, ഇത്രയും നല്ല പണം പെട്ടെന്ന് കിട്ടുന്ന ഒരു റിയാലിറ്റി ഷോ ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്.